Today we are going to discuss about the consequences of mean value theorem. In the previous classes, we already discussed about what do you mean by mean value theorem. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എന്താണ് മീൻ വാല്യൂ തിയറം, അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസും പറഞ്ഞു, അതുപോലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ എന്താണ് മീൻ വാല്യൂ തിയറം? നമ്മുടെ കയ്യിലൊരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡിഫറൻഷ്യബിൾ കണ്ടിന്യൂസ് ആണ്. ക്ലോസ് ഇൻ്റർവൽ എബിയിൽ കണ്ടിന്യൂസ് ആവും. ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എബിയിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഒരു അറ്റ്ലീസ്റ്റ് വൺ സി ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ ഓപ്പൺ ഇൻ്റർവൽ എ ബി, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ അതാണ്. ദെൻ ആ മീൻ വാല്യൂ തിയറത്തിൻ്റെ കുറച്ച് കോൺസിക്വൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ്, suppose that f is differentiable on open interval ab and continuous on closed interval ab. Assume that there are two numbers capital A and capital B such that a less than or equal to f dash of x less than or equal to b for all x belongs to a, b. Then for any two distinct points x1 and x2 in closed interval ab, a less than or equal to f of x2 minus f of x1 divided by x2 minus x1 less than or equal to b. ഓക്കെ, ക്ലിയർ. നമ്മളുടെ കയ്യിലൊരു കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ്. അതുപോലെ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു, എയും ബിയും, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് എടുത്തു. ദെൻ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എയുടെയും ബിയുടെയും ഇടയിൽ ഉണ്ടായിരിക്കുക ഏതൊരു എക്സ് ഇൻ ബിറ്റ്വീൻ എ ബി നമ്മൾ എടുത്താലും. ദെൻ നമ്മൾ ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആയിട്ടുള്ള എക്സ് വണ്ണും എക്സ് ടു എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ദാറ്റ് ദർ ആർ ടു നമ്പേഴ്സ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനാണ്. ദെൻ ലെറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു ബി ടു distinct real numbers in closed interval AB. Let us assume without loss of generality that x1 less than x2. നമ്മൾ x1 x2 രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്തത് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി നമ്മൾ രണ്ട് പോയിന്റ്സ് എടുത്തു. അപ്പം അങ്ങനെ രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് വണ്ണിനേക്കാളും വലുതായിരിക്കണം എക്സ് ടു. സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ദെൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എക്സ് വൺ എക്സ് ടു സബ്സെറ്റ് ഓഫ് എ ബി. ഈ എക്സ് വൺ എക്സ് ടു ആണ് നമ്മുടെ ക്ലോസ് ഇൻ്റർവൽ എ ബി രണ്ട് പോയിന്റ്സ് ആണ്. എക്സ് വണ്ണിനേക്കാളും വലുതാണ് എക്സ് ടു. ദെൻ നമ്മൾ എക്സ് വൺ മുതൽ എക്സ് ടു വരെയുള്ള പോയിന്റ്സുകൾ ഇതൊരു കൂട്ടായിട്ടൊരു സെറ്റാക്കി നമ്മൾ മാറ്റി. ദാറ്റ് ഈസ് എക്സ് വൺ എക്സ് ടു ആണ് ഇൻ്റർവൽ നമ്മൾ എടുത്തു. ഈ എഫ് എന്ന ഫംഗ്ഷന് ത്രൂ ഔട്ട് ക്ലോസ് ഇൻ്റർവൽ എ ബി ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള എക്സ് വൺ എക്സ് ടു ആണ് ഇൻ്റർവൽ എടുത്താൽ അതിൽ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ദെൻ അതിനോട് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കറിയാം എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് വൺ എക്സ് ടു വിച്ച് ഇസ് സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ദസ് എഫ് സാറ്റിസ്ഫൈ ദി ഹൈപ്പോത്തസിസ് ഓഫ് മീൻ വാല്യൂ തിയറം. അല്ലെ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എവിടെ? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലും റെസ്പെക്റ്റീവ്ലി. കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ. സോ നമുക്കിവിടെ മീൻ വാല്യൂ തിയറം പറയാൻ പറ്റും. By the mean value theorem, there exists at least one point C in open interval x1 x2 subset of AB such that f dash of C equal to f of x2 minus f of x1 divided by x2 minus x1. നമുക്കറിയാവുന്നതാണ് എ ബി ആണ് ഇൻ്റർവെൽ ഏതെങ്കിലും ഒരു പോയിന്റ് സി ഉണ്ട് എങ്കിൽ അവിടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ആയിരിക്കും. നമ്മളിവിടെ എക്സ് വൺ എക്സ് ടു എന്ന ഇൻ്റർവെല്ലിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ സി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞ ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് എങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയാൻ പറ്റും ബൈ മീൻ വാല്യൂ തിയറം വെച്ചിട്ട്. ദ സിൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി നമുക്ക് തന്നിട്ടുണ്ട് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി. ആൻഡ് സി നമുക്ക് എക്സ് വൺ എക്സ് ടു ആണ് ഇൻ്റർവെല്ലിൽ വിളിക്കാൻ പറ്റും വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് എ ബി. ദെൻ വി ഗെറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. എഫ് ഡാഷ് ഓഫ് സി എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് സി പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദ നെക്സ്റ്റ് കോൺസിക്വൻസ് ആണ് ഫങ്ഷൻസ് വിത്ത് സീറോ ഡെറിവേറ്റീവ്സ് ആർ കോൺസ്റ്റൻറ്റ്. അതായത് ഏതൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ദെൻ എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി.
എഫ് ഡാഷ് ഓഫ് സി അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് ഏതൊരു പോയിന്റ് നമ്മൾ ആ ഓപ്പൺ ഇൻട്രവൽ എ ബി എന്ന് എടുത്താലുമെങ്കിൽ ആ എഫ് എന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ലെറ്റ് എഫ് ബി എ റിയൽ ഫംഗ്ഷൻ which is differentiable on open interval AB and continuous on closed interval AB. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് ഓൺ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ലെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ 0 ഓൺ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ചൂസ് എനി 2 പോയിന്റ്സ് x1 ആൻഡ് x2. നമ്മൾ ആ ക്ലോസ് ഇൻറ്റർവൽ എ ബി 2 പോയിന്റ്സ് x1 x2 എടുത്ത് ഏത് പോയിന്റ് എക്സിലും എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണെങ്കിൽ x1 x2 ആ പോയിന്റ് ആ ഇൻറ്റർവലിനുള്ളിൽ എന്തായിരിക്കും എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സോ ദാറ്റ് x1 ലെസ് ദാൻ x2. നമ്മൾ x1ഉം ലെസ് ദാൻ x2 എന്ന കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദസ് കൺസിഡർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി എഫ് ഡിഫറൻഷ്യബിൾ ഓൺ x1 x2 സബ്സെറ്റ് ഓഫ് എ ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവൽ x1 x2 സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി. ദസ് എഫ് സാറ്റിസ്ഫൈ ദി ഹൈപ്പോസിസ് ഓഫ് മീൻ വാല്യൂ തിയറം ആൻഡ് ഹെൻസ് ബൈ ദ മീൻ വാല്യൂ തിയറം. അതായത് എഫ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണ് ത്രൂ ഔട്ട് എ ബി എങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആണ് x1 x2. അങ്ങനെയാണെങ്കിൽ x1 x2 എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ദെൻ ബൈ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു സി ആണ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി അല്ലെങ്കിൽ ഓപ്പൺ ഇൻറ്റർവൽ x1 x2 സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഫോർ സം സി ഇൻ ഓപ്പൺ ഇൻറ്റർവൽ x1 x2. സിൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് അറ്റ് ഈച്ച് പോയിന്റ് ഓൺ എ ബി. ഈ എ ബി എന്ന ഇൻറ്റർവലിൻ്റെ സബ്സെറ്റ് ആണ് എന്ത് x1 x2 എന്നാൽ. സോ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും 0 ആയിരിക്കും. ആൻഡ് ഹെൻസ് ബൈ ദി above equation becomes f of x2 minus f of x1 divided by x2 minus x1 equal to 0 വരും. That is f of x2 minus f of x1 equal to 0. f of x2 minus f of x1 0 ആണെങ്കിൽ f of x1 equal to f of x2. അത് ഫംഗ്ഷനിൽ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് എന്താണ് വാല്യൂസ് ഈക്വൽ ആണ്. അതായത് എഫിൽ നമ്മൾ x1 കൊടുത്താലും x2 കൊടുത്താലും ഒക്കെ എന്താണ് എഫിൻ്റെ വാല്യൂസ് ഈക്വൽ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ആ ഫംഗ്ഷൻ ഒരു constant function. Since this is true for any 2 points x1 x2 in closed interval AB, we conclude that f is a constant on closed interval AB. അപ്പോൾ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബിയിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് എങ്കിൽ എഫ് എന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. The next consequence, functions with the same derivative differ by a constant. സെയിം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ഒരു കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് ഡിഫറെൻ്റ് ആണ് പറയാൻ പറ്റും. ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ടു ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ആൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ദെൻ ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റന്റ് സി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ഓക്കെ, ക്ലിയർ. അപ്പോൾ തേർഡ് കോൺസിക്വൻസ് ആണ് ഫംഗ്ഷൻസ് വിത്ത് ദ സെയിം ഡെറിവേറ്റീവ് ഡിഫേഴ്സ് ബൈ എ കോൺസ്റ്റന്റ്. അപ്പോൾ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് സെയിം ആണെന്ന് കരുതിയിട്ട് ഫംഗ്ഷൻ ഈക്വൽ ആയിക്കോണമെന്നില്ല. ഒരു കോൺസ്റ്റന്റ് വെച്ച് നമ്മൾ ആഡ് ചെയ്താൽ ഫംഗ്ഷൻ മാറും, പക്ഷെ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ഈക്വൽ ആയിട്ട് വരും. കാരണം ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട്. Let f of x and g of x be two functions such that f dash of x is equal to g dash of x at each point on an open interval open AB. Now consider the function h defined by h എന്നാണ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും അതായത് എഫിൻ്റെയും ജിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ആണ്. എഫും ജിയും ഈക്വൽ ആകണമെന്നില്ല. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ. സിൻസ് എഫ് ഡിഫറൻഷ്യബിൾ ആണ് ജിയും ഡിഫറൻഷ്യബിൾ ആണ്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജിയും എഫ് മൈനസ് ജിയും എഫിൻ്റെ ജിയും ഒക്കെ എന്താണ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ എച്ച് ഇസ് ഈക്വൽ എഫ് മൈനസ് ബി എസ് മൈനസ് ജി ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻറ്റർവൽ എ ബി ആൻഡ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്തായിരിക്കും എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ്. നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ അതിനുണ്ട് മൈനസ് എന്ത് വരും 0 വരും ഫോർ എവരി എക്സ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ദെൻ ബൈ സെക്കൻഡ് കോൺസിക്വൻസ് ഓഫ് മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എച്ച് ഈസ് എ കോൺസ്റ്റന്റ് ഓൺ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഒരു സി വരും, എ കോൺസ്റ്റന്റ് ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ദർഫോർ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി. അതായത് ഡെറിവേറ്റീവ് രണ്ടും ഈക്വൽ ആണെന്ന് രണ്ട് ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ് ഈക്വൽ ആണെന്ന് കരുതി ഫംഗ്ഷൻ ഈക്വൽ ആയിക്കോണമെന്നില്ല. ഫംഗ്ഷൻസിൽ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെ എന്താണ് ഡെറിവേറ്റീവ് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Find C in the mean value theorem f of b equal to f of a plus b minus a into f dash of c when f of x is equal to x cube minus 2x square where a equal to 2,
b equal to 5. When f of x is equal to x cube minus 3x square plus 2x, a equal to 0, b equal to 1 by 2. Then third question, f of x equal to root x, where a equal to 1, b equal to 4. നമുക്ക് മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിൽ നമുക്ക് ആ സി എന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് 1, 2, 3. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചെയ്യാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാം. Okay, that is first function consider here. Given f of x equal to x cube minus 2x square. ഈ x cube minus 2x square എന്ന ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും ത്രൂ ഔട്ട് എവരിവർ. ദെൻ 2, 5 എന്ന ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിരിക്കും. കാരണം നമുക്ക് a ഈക്വൾ ടു 2 b ഈക്വൾ ടു 5 ആണ് തന്നിട്ടുള്ളത്. ആ a ഈക്വൾ ടു a ഈക്വൾ ടു 2 b ഈക്വൾ ടു 5 ആണ് ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരും, ഡിഫറൻഷ്യബിൾ ആയിട്ട് വരും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എന്ത് വരും? 3x സ്ക്വയർ മൈനസ് 4x. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ക്യൂ മൈനസ് 2x സ്ക്വയർ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൾ 3x സ്ക്വയർ മൈനസ് 4x. ഹെൻസ് ബൈ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് a ഈക്വൾ ടു 2 b ഈക്വൾ ടു 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വെച്ചാൽ എഫ് ഡാഷ് ഓഫ് c ഈക്വൾ ടു എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണ് ഫോർ സം c in 2, 5. That is 3 f dash of c. f dash of x ആണ് 3x square minus 4x ആയിരുന്നു. അതിൽ c കൊടുക്കുമ്പോൾ വരും 3c square minus 4c equal to f of 5 minus f of 2 by 5 minus 2. b equal to ഇവിടെ 2 ആണ്. b equal to 5 ആണ്. b a equal to 2 ആണ്. Then 75 by 3 വരും. That's equal to 25. That is 3c square minus 4c equal to 25 ആണ്. നമ്മൾ എന്താക്കി ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റി 3c സ്ക്വയർ മൈനസ് 4c മൈനസ് 25 ഈക്വൾ ടു 0 ആയി നമുക്ക് എന്ത് പറ്റും? c സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് വെച്ചിട്ട് പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് c ഈക്വൾ ടു എന്ത് വരും? 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 316 ഡിവൈഡ് ബൈ 6. ദാറ്റ്സ് ഈക്വൾ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 79 ബൈ 3 വരും. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു 3.63 ഓർ മൈനസ് 2.3. ഇവിടെ നോക്കുക, ഈ മൈനസ് 2.3 എന്താ? മൈനസ് 2.3 ആണ് നമ്മളുടെ 2, 5 ഇൻ്റർവെല്ലിൽ എന്തായാലും വരില്ല. പിന്നെ വരുന്ന സംഖ്യ ആയിരിക്കും 3.63 ആയിരിക്കും. സിൻസ് മൈനസ് 2.3 ഡസ് നോട്ട് ബിലോങ്സ് ടു 2, 5 ആൻഡ് 3.63 ബിലോങ്സ് ടു 2, 5. ദാറ്റ് ഈസ് c കൂടെ നമുക്ക് എടുക്കാൻ പറ്റും 2 പ്ലസ് റൂട്ട് 79 ബൈ 3. 2 പ്ലസ് റൂട്ട് 79 ബൈ 3ൻ്റെ വാല്യൂ 3.63. കാരണം നമ്മൾ എടുത്ത ഇൻ്റർവെൽ 2, 5 ആണ്. സോ ആ സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് പറ്റും? ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻസ് മാറുന്നെന്നുള്ളൂ, അതുപോലെ ഇൻ്റർവെല്ലും മാറുന്നെന്നുള്ളൂ. ഓക്കെ. The next question, suppose that f is differentiable on the whole real line and that f dash of x is constant. Prove that f is linear. നമുക്ക് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് കോൺസ്റ്റൻറ്റും ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കോൺസ്റ്റൻറ്റ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം എഫ് എന്താണ്? ഒരു ലീനിയർ ഇക്വേഷൻ ആണ്, ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ദി വോൾ റിയൽ ലൈൻ ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുത്തു. ലെറ്റ് എക്സ് ബി എനി നമ്പർ. സപ്പോസ് എക്സ് ഗ്രേറ്റർ ദാൻ 0, കൺസിഡർ ദി ഇൻ്റർവൽ 0x. ഇഫ് എക്സ് ഇസ് നെഗറ്റീവ്, കൺസിഡർ ദി ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ 0x ആൻഡ് നമ്മളിവിടെ 0x എടുത്ത് നോക്കുക. നമ്മളിവിടെ x 0 എടുക്കണം. ആൻഡ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, കൺസിഡർ ദി ഇൻ്റർവൽ 0, 1. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ് ഓൺ ദി ഇൻ്റർവൽ 0x, അപ്ലൈയിങ് മീൻ വാല്യൂ തിയറം വിത്ത് a ഈക്വൽ ടു 0 ആൻഡ് b ഈക്വൽ ടു x, then we get f dash of c ഈക്വൽ ടു f of x minus f of 0 by x minus 0 for some c belongs to 0x. Since f dash of c എന്താണ്? കോൺസ്റ്റന്റ് m ആണ്. then by above തിയറം എന്തായിട്ട് മാറും? above ഇക്വേഷൻ എന്തായിട്ട് മാറും? f of x minus f of 0 by x equal to m വരും. that is f of x is equal to mx plus f of 0 വരും. ഇതെന്താണ്? ഒരു ലീനിയർ ഇക്വേഷൻ്റെ general form ആണ്. Thus f of x is a linear function of x when x greater than 0 and x is equal to 0 can be similarly proved. അപ്പോൾ x ലെസ് ദാൻ 0ൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. അതേപോലെ നമുക്ക് x ഗ്രേറ്റർ ദാൻ 0ൻ്റെയും x ഈക്വൽ ടു 0ൻ്റെ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എഫ് ഡാഷ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ദസ് ഫോർ ഓൾ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, ക്ലിയർ?